സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമ്മോട് പറയുന്നത് ഈശോ 2 പേരായി ഓരോ സ്ഥലത്തേക്കും ശുശ്രൂഷയ്ക്ക് അയച്ചു എന്നാണ്. നാം ഇപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നത് 2 പേരോട് കൂടിയാണ്. അതായത് ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പമുണ്ട്. എന്ത് സംസാരിക്കണമെന്നോ എങ്ങനെ സംസാരിക്കണമെന്നോ വിചാരിച്ച് ആകുലപ്പെടേണ്ട. അപ്പോൾ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവ് നിങ്ങളിലൂടെ സംസാരിക്കും എന്ന വചനം നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, ഞാൻ എപ്പോഴും ശുശ്രൂഷ ചെയ്യുന്നത് ഞാൻ തന്നെയല്ല. എന്നെ നയിക്കുന്ന തമ്പുരാൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്താലാണ് എന്നൊരു ചിന്തയുണ്ടാകുമ്പോൾ നമുക്ക് ചെറുതാകുവാനും ഒപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനം നേരിട്ട് കാണുവാനും നമുക്ക് സാധിക്കും. അതിനുള്ള കൃപാവരം നമുക്ക് ഏവർക്കും ലഭിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. അഗ്നിയാൽ നിറയ്ക്കണമേ, അഭിഷേകമായി നിറയണമേ. അഗ്നിയാൽ അഭിഷേകം ചെയ്തന്നെ പുതുജീവനേ കിടണേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. ആത്മാവേ തീനാളമായി ദാസരിൽ വന്നു നിറയണമേ. അഭിഷേകമായി അനുദിനവും അരൂപിയെ പറന്നിറങ്ങണമേ. അഭിഷേകമായി